Picture shows a triangle drawn by joining the center of circle and 2 points on the circle. Calculate the other 2 angles of the triangle. അതായത് പിക്ചറിൽ തന്നിരിക്കുന്നത് ഒരു സർക്കിളിൻ്റെ സെൻറ്ററും അതുപോലെ ആ സർക്കിളിലെ 2 പോയിൻറ്റ്സുകളും ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഒരു ട്രയാങ്കിൾ. അതിൻ്റെ ഒരു ആംഗിൾ 60 ഡിഗ്രി എന്ന് അവർ തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അവർ തന്നിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിലെ ഈ 2 ആംഗിൾ, ബാക്കി വരുന്ന ഈ 2 ആംഗിൾ ഉണ്ടല്ലോ, ആംഗിൾ എയും ആംഗിൾ ബിയും, അത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചല്ലോ ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ ഈ നോക്കൂ, ഈ തന്നിരിക്കുന്ന ഫിഗറിൽ നമ്മളിപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എ ഒ ബി ആണ്. നമുക്കിതിൽ ആംഗിൾ എയും ആംഗിൾ ബിയും ആണ് കാണേണ്ടത്. അപ്പോൾ നോക്കിക്കേ, ഈ ട്രയാങ്കിളിൽ ഒ എ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ? ഒ ബിയും സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ? അപ്പോൾ നമുക്കത് രണ്ടും ഈക്വലാണെന്ന് എഴുതിക്കൂടെ? ഒ എയും ഒ ബിയും ഈക്വലാണെന്ന് എഴുതിക്കൂടെ? സോ ഒ എ ഇസ് ഈക്വൽ ടു ഒ ബി. എന്താണ് റീസൺ? റേഡിയൈ ഓഫ് സർക്കിൾ അല്ലേ? സർക്കിളിൻ്റെ റേഡിയൈ ആണ്. അടുത്തത് ആംഗിൾ തന്നിട്ടുണ്ടല്ലേ? ഈ ആംഗിൾ എത്രയാണ്? ആംഗിൾ എ ഒ ബി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി അല്ലേ? ഇനി നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഈ 3, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒ എ ഒ ബി ഈക്വൽ ആണെന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ? സോ ഇറ്റ് ഈസ്, അപ്പോൾ ഇതിൻ്റെ പോയിന്റിൽ നമുക്കത് മനസ്സിലായി. സോ ഇറ്റ് ഈസ് എ ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി ആംഗിൾ എ ഒ ബി നമുക്ക് 60 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യം എന്താ? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ നോക്കിയേ, ആംഗിൾ എ പ്ലസ് ആംഗിൾ ഒ പ്ലസ് ആംഗിൾ ബി നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതിൽ ആംഗിൾ ഒ നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ എയും അറിയില്ല, ആംഗിൾ ബിയും അറിയില്ല. ആംഗിൾ ഒക്ക് പകരം നമുക്ക് 60 കൊടുക്കാം, ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ത് കൊടുക്കാം? 180 മൈനസ് 60. ഈ 60നെ അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് ചെയ്യാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി നമുക്ക് എന്ത് കിട്ടും? 180ന് 60 പോയി എത്രയാ? 60 അല്ലേ? സോറി, 120 അല്ലേ? 120 കിട്ടി. അപ്പോൾ ഈ 120 ഡിഗ്രിയാണ് ഇവിടെയുള്ളത്. ഇനി അപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ മുകളിൽ നമ്മൾ പറഞ്ഞല്ലോ ആംഗിൾ, ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കുന്നു. കാരണം എന്താണ്? അതിൻ്റെ റീസൺ എന്താ? ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ആണ് അല്ലേ? ഐസോസിലസ് ട്രയാങ്കിൾസിൻ്റെ ബേസ് ആംഗിൾസ് ആണ് അവർ. ബേസ് ആംഗിൾസ് എപ്പോഴും സെയിം ആയിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ? ഐസോസിലസ് സൈഡുകളുടെ അടിയിൽ വരുന്ന അഡ്ജസൻറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് എഴുതാം. ഇനി ആംഗിൾ എയും ആംഗിൾ ബിയും കൂട്ടിയ 120 കിട്ടും. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 120നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തല്ലേ? അപ്പോൾ 60 എന്ന് കിട്ടും. അതായത് ആംഗിൾ എ ഇസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. അതുപോലെ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. 3 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടും. അതിൽ ഒരു ആംഗിൾ 60 തന്നിട്ടുണ്ട്. അപ്പോൾ 180ന്ന് 60 മൈനസ് ചെയ്യാം. ബാക്കി 120 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ 180ന്ന് നമ്മൾ 60 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 120 കിട്ടും. ഈ 120 എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിനും കൂടിയിട്ടുള്ളതാണ്. ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ ഈ 120യുടെ പകുതി വീതം രണ്ടിനും വരും അല്ലേ? അതായത് 60 ഡിഗ്രി വീതമായിരിക്കും. ഇതിന് 60, ഇതിന് 60. ഓക്കെ, അപ്പോൾ ഇതിനും 60 കിട്ടും, ഇതിനും 60 കിട്ടും. അപ്പോൾ 3 ആംഗിളുകളും 60 ആണെങ്കിൽ അതിനെ നമുക്ക് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നും പറയാം അല്ലേ? നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലേ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. 3 സൈഡും ഈക്വൽ ആയിരിക്കും, 3 ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. നമ്മുടെ അടുത്ത് ഈ 2 ആംഗിളുകൾ കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചു. ഓക്കെ.
അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8 മാത്സ് സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസിലെ പേജ് നമ്പർ 35 ക്വസ്റ്റ്യൻ നമ്പർ 3. അതിൽ നമുക്ക് ഇങ്ങനൊരു ഫിഗറാണ് തന്നിരിക്കുന്നത്. ഒരു ബ്ലൂ സർക്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ഗ്രീൻ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൽ തന്നെ 2 ആംഗിൾസ് അവർ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പിക്ചറിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. The picture shows the triangle drawn by joining 3 points on a circle. അല്ലേ, ഇതാ ഈ പോയിൻറ്റും ജോയിൻ ചെയ്തിട്ടാണ് ഈ ഗ്രീൻ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത് അല്ലേ. 2 of the angles formed by joining these points to the center of the circle are also given. ഈ ഓരോ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തിട്ട് റെഡ് ലൈൻസ് വരച്ചിട്ടുണ്ട്. അങ്ങനെ വരച്ച് കിട്ടിയതിൽ 3 കുഞ്ഞ് ട്രയാങ്കിൾസ് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. അതിൽ ഈ ഓരോ ആംഗിൾസ് അവർ തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. 120 110. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് തേർഡ് ആംഗിൾ ഓഫ് അറ്റ് ദ സെൻറ്റർ. തേർഡ് ആംഗിൾ അറ്റ് ദ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ. ഇത് സെൻറ്ററിൽ 2 ആംഗിൾ അവർ തന്നിട്ടുണ്ട്. നമ്മളോട് ഈ സെൻറ്ററിലെ 3ാമത്തെ ആംഗിൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ലാർജ് ഗ്രീൻ ട്രയാങ്കിൾ ഇൻ ദ സർക്കിൾ. ഏതാണ് ഈ ലാർജ് ഗ്രീൻ ട്രയാങ്കിൾ? അതിൻ്റെ ആംഗിൾസ് ഒക്കെ നമുക്ക് കാണണം. അതായത് ഈ ആംഗിൾ കാണണം, ഈ ആംഗിൾ കാണണം, ഈ ആംഗിൾ കാണണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ കുഞ്ഞ് ആംഗിൾസ് ഒക്കെ ഇവിടെ കണ്ടുപിടിക്കണം അല്ലേ. എന്നാലേ നമുക്ക് ഈ കുഞ്ഞ് ആംഗിൾസ് രണ്ടും കൂട്ടിയാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ഈ 2 കുഞ്ഞ് ആംഗിൾ കൂട്ടിയാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ഈ 2 കുഞ്ഞ് ആംഗിൾ കൂട്ടിയാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഈ വലിയ ലാർജ് ഗ്രീൻ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുകളും കണ്ടുപിടിക്കണം. അതുപോലെ സെൻറ്ററിൽ ഈ ആംഗിളും കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ? കാൽക്കുലേറ്റ് തേർഡ് ആംഗിൾ അറ്റ് ദ സെൻറ്റർ. അതായത് ഈ സെൻറ്ററിലെ 3ാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിന് ഈ ട്രയാങ്കിളിനൊരു പേര് കൊടുക്കാം, ABC. അതുപോലെ നമ്മുടെ സെൻറ്ററിന് നമ്മളെപ്പോഴും കൊടുക്കുന്ന പോലെ O എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്കിതൊന്ന് എഴുതാം അല്ലേ. എന്തൊക്കെയാണ് തന്നിരിക്കുന്ന അവർ ആംഗിൾസ്? ആംഗിൾ COA 110 എന്ന് തന്നിട്ടുണ്ടല്ലേ. അതുപോലെ ആംഗിൾ COB 120 എന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ നമുക്ക് അറിയില്ല. ആംഗിൾ AOB നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ 3 ആംഗിളും സെൻറ്ററിലെ കൂട്ടി എത്ര കിട്ടണം? 180 എന്ന് നമ്മൾ പറയരുത്, 360 ആണ്. കാരണം എന്താ? ഇതൊരു സർക്കിളല്ലേ ഇത് മൊത്തം. അപ്പോൾ സർക്കിൾ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 360 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എഴുതാം, ആംഗിൾ COA പ്ലസ് ആംഗിൾ COB പ്ലസ് ആംഗിൾ AOB. അത് 3ഉം കൂട്ടുമ്പോൾ, ഈ ആംഗിളുകൾ 3ഉം കൂട്ടുമ്പോൾ കിട്ടേണ്ടത് 360 ഡിഗ്രിയാണ്. കാരണം നമുക്കറിയാം അതെന്താണ്? ഒരു സർക്കിളാണ് അല്ലേ. അപ്പോൾ സർക്കിളാകുമ്പോൾ നമുക്കറിയാം എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. ഇനി ഇതിൽ ആംഗിൾ COA നമുക്കറിയാം അല്ലേ, 110. അതവിടെ കൊടുക്കാം. ആംഗിൾ COB നമുക്കറിയാം 120 പ്ലസ് ഇതാണ് നമുക്കറിയാത്തത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടതുമായിട്ടുള്ള ആംഗിൾ AOB. അപ്പോൾ ഇത് കൂട്ടിയാൽ നമുക്ക് 360 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാലോ. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 230 പ്ലസ് ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അതിന് നമുക്ക് ആംഗിൾ AOBനെ കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾ AOB മാത്രം ഇവിടെ നിർത്താം. ഈ 230 അവിടെ കൊണ്ടുപോയിട്ട് മൈനസ് ചെയ്യുക 360 അല്ലേ. ഇവിടെ പ്ലസ് ആയിട്ട് കിടക്കുന്ന അപ്പുറത്തും മൈനസ് ആവും. അപ്പോൾ ആംഗിൾ AOB നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു 360 230 കുറയ്ക്കാം. 360 230 കുറച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 130. ഓക്കെ, നമുക്കിവിടെ 130 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ അതേതാണ്? ഈ ആംഗിളാണ് 130 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പോൾ നമുക്ക് കിട്ടി. എന്ത് കിട്ടി? 130 ഡിഗ്രി എന്ന് കിട്ടി.
അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ഓൾ അതർ ആംഗിൾസ് ഓഫ് എ ഗ്രീൻ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ നമുക്കെല്ലാം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ഈ ഓരോ ട്രയാങ്കിളും, അതായത് ട്രയാങ്കിൾ AOC, അതുപോലെ ട്രയാങ്കിൾ COB, അതുപോലെ ട്രയാങ്കിൾ AOB, ഈ 3 ട്രയാങ്കിളുകളും എന്ത് ട്രയാങ്കിളുകളാണ്? ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം ഇതും റേഡിയസ് ആണ് അല്ലേ ഈ സർക്കിളിൻ്റെ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ 2 സൈഡ് ഈക്വൽ ആകുമ്പോൾ ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആവും. അതുപോലെ ഇതും റേഡിയസ് ആണ് ഈ ട്രയാങ്കിളിൽ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലേ, റേഡിയസുകൾ എപ്പോഴും ഈക്വൽ ആണ്. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആവും. ഇനി ഇത് നോക്കിയേ, ഇതിലെ ഈ സൈഡ് OA OB അത് റേഡിയസ് അല്ലേ. അപ്പോൾ ഇതും ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആവും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ദീസ് 3 ട്രയാങ്കിൾസ് ആർ ഐസോസിലസ് ട്രയാങ്കിൾസ് എന്ന് എഴുതിയാലും മതി. കാരണം ഇതിൻ്റെ ഈ സൈഡുകളൊക്കെ എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ 2 സൈഡ് ഈക്വൽ ആകുമ്പോൾ അത് ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്. ഇനി നമുക്ക് ഇതിലെ തേർഡ് ആംഗിൾ, അപ്പോൾ ഇതിൽ ഒരു ആംഗിൾ കിട്ടി. നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ നമുക്ക് എടുക്കാം. ഈ ട്രയാങ്കിൾ ആദ്യം എടുക്കാം. AOC. ഇൻ ട്രയാങ്കിൾ AOC, ഇൻ ട്രയാങ്കിൾ AOCയിൽ നമുക്ക് എന്തെഴുതാം? ഇൻ ട്രയാങ്കിൾ AOC നമുക്ക് എഴുതാം, നോക്കൂ, AOC ഒരാംഗിൾ, 3 ആംഗിളും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? ട്രയാങ്കിളിൽ 180. ഈ ട്രയാങ്കിളിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ആണ് കിട്ടേണ്ടത് അല്ലേ, ഈ കുഞ്ഞി ട്രയാങ്കിൾ AOC. അപ്പോൾ അതിൽ ആംഗിൾ, ഈ ആംഗിളിന് നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ CAO പ്ലസ് ആംഗിൾ ACO പ്ലസ് ആംഗിൾ AOC. ഇത് 3ഉം ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം അല്ലേ. അതിൽ നമുക്ക് അറിയാവുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ AOC. ഇത് മാത്രമേ നമുക്ക് അറിയൂ, 110. അപ്പോൾ അതവിടെ കൊടുക്കാം. ആംഗിൾ CAO പ്ലസ് ആംഗിൾ ACO പ്ലസ് ഇതെത്രയാണ്? AOC നമുക്കറിയാം 110 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇസ് ഈക്വൽ ടു 180. അപ്പോൾ ഇതവിടെ നിർത്താം അല്ലേ. ആംഗിൾ CAO പ്ലസ് ആംഗിൾ ACO ഈക്വൽ ടു, ഈ 110 അവിടെ പോയിട്ട് മൈനസ് ചെയ്യാം. അപ്പോൾ 180 മൈനസ് 110 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എത്ര കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു 180ന്ന് നമ്മൾ 110 കുറച്ചാൽ നമുക്ക് 70 എന്ന് കിട്ടും അല്ലേ, 70 ഡിഗ്രി. അപ്പോൾ ഈ 70 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ 2 ആംഗിളുകളും ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലേ. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് രണ്ടും ഈക്വൽ ആണ്. സോ ഈ 2 ആംഗിൾസും ഈക്വൽ ആണ്. ആംഗിൾ CAO ഈക്വൽ ടു ആംഗിൾ ACO, ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ ഇത് ഓരോ ആംഗിൾ എത്ര വീതമായിരിക്കും? 70/2, അതായത് 35 ഡിഗ്രി വീതമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ 35 എന്ന് കിട്ടും, ഈ ആംഗിളും 35 എന്ന് കിട്ടും. ഓക്കെ, ഈ 2 ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? 35 ഡിഗ്രി എന്ന് കിട്ടി. അടുത്തത്, അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾ കണ്ടുപിടിച്ചു. ഇനി അതുപോലെ ഈ ട്രയാങ്കിളിൻ്റെ നോക്കാം. ആ ട്രയാങ്കിളിൻ്റെ പേരെന്താ? ഈ ട്രയാങ്കിളിൻ്റെ പേര് ട്രയാങ്കിൾ COB. ഇനി ആ ട്രയാങ്കിളിലെ 3 ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ COB, ഓക്കെ, COB എന്ന് പറയുമ്പോൾ ഈ ആംഗിള് പ്ലസ് ആംഗിൾ, ഇനി ഈ ആംഗിളിന് എന്ത് പറയാം? OCB പ്ലസ്, ഇനി ഈ ആംഗിളിന് എന്ത് പേര് കൊടുക്കാം? CBO, ആംഗിൾ CBO. ഇത് 3ഉം ആഡ് ചെയ്താൽ നമുക്കറിയാം 180 കിട്ടും അല്ലേ. അതായത് ഈ ആംഗിള്, ഈ 3 ആംഗിളുകൾ ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടും. അതിൽ ഒരു ആംഗിൾ അവർ തന്നിട്ടുണ്ട് 120, അതായത് ഈ ആംഗിൾ COB 120 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ കൊടുക്കുക. മറ്റേ 2 ആംഗിളുകൾ നമ്മൾ അതുപോലെ തന്നെ എഴുതുക, ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതി. ഇനി ഈ 2 ആംഗിൾ അവിടെ നിർത്താം, നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ ആംഗിൾസ് OCB പ്ലസ് ആംഗിൾ CBO ഈക്വൽ ടു, ഈ 120നെ ഈ 180ന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. 180ന്ന് 120 മൈനസ് ചെയ്താൽ 60 ഡിഗ്രി.
ഇനി നമുക്കറിയാം ഈ രണ്ട് ബേസ് ആംഗിൾസ് ഈക്വൽ അല്ലേ, കാരണം ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ബേസ് ആംഗിളുകൾ രണ്ടും സെയിം ആയിരിക്കും. ഈ മൂന്നും ഐസോസിലസ് ട്രയാങ്കിളാണ്, അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ ബേസ് ആംഗിൾസ് സെയിം ആണ്. അപ്പോൾ ആംഗിൾ ഒ സി ബി ഈക്വൽ ടു ആംഗിൾ സി ബി ഒ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 60 ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾ എത്ര വീതമായിരിക്കും? 60/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അതായത് ആംഗിൾ ഒ സി ബി 30 ഡിഗ്രി എന്ന് കിട്ടും. അതുപോലെ ആംഗിൾ സി ബി ഒയും 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഈ രണ്ട് ആംഗിൾ 30 എന്ന് കിട്ടി. അപ്പോൾ നമുക്കതിവിടെ എഴുതാമല്ലോ. ഇത് 30, അതുപോലെ ഇതും 30. ഓക്കെ, അടുത്ത നമ്മൾക്ക് മൂന്നാമത്തെ ട്രയാങ്കിൾ. മൂന്നാമത്തെ ട്രയാങ്കിൾ ഏതാ? ഈ ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിൾ എ ഒ ബി. അതിലേതൊക്കെ ആംഗിൾസ്? ഈ ആംഗിൾ, ഈ ആംഗിൾ, ഈ ആംഗിൾ. അപ്പോൾ ആദ്യത്തെ ആംഗിൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ എ ഒ ബി എഴുതി അല്ലേ. ഇനി ഈ ആംഗിൾ ബി എ ഒ പ്ലസ് ആംഗിൾ എ ബി ഒ. ഇത് മൂന്നും കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും അല്ലേ. ഇതിലേത് ആംഗിളാണ് നമുക്ക് അറിയാവുന്നത്? എ ഒ ബി നമുക്കറിയാം അല്ലേ. എ ഒ ബി നമുക്ക് 130 ഡിഗ്രിയാണെന്ന് കണ്ടുപിടിച്ചു. മറ്റ് രണ്ട് ആംഗിളും നമുക്കറിയില്ല. അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇനി അതിൽ ആംഗിൾ ബി എ ഒ പ്ലസ് ആംഗിൾ എ ബി ഒ എന്ന് പറയുന്നത് 180ന്ന് ഈ 130 മൈനസ് ചെയ്തതല്ലേ. അപ്പോൾ നമുക്കത് മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്കറിയാം ആംഗിൾ ബി എ ഒയും ആംഗിൾ എ ബി ഒയും എന്താണ്? ഈക്വൽ ആണല്ലേ. അപ്പോൾ ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ 50 കിട്ടുമെങ്കിൽ ഇത് ഈക്വൽ ആണെങ്കിൽ ഓരോ ആംഗിൾ എത്രയായിരിക്കും? 50/2. അതായത് ആംഗിൾ ബി എ ഒ ഇസ് ഈക്വൽ ടു 50/2 എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി അല്ലേ. ഇതും 25 ഡിഗ്രി കിട്ടും. അതുപോലെ ആംഗിൾ എ ബി ഒയും നമുക്ക് എന്ത് കിട്ടും? 25 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇതും 25, ഇതും 25 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എല്ലാ ആംഗിളും കിട്ടി. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ഈ ഗ്രീൻ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിനെ രണ്ടും ആഡ് ചെയ്താൽ ഈ വലിയ ആംഗിൾ എ കിട്ടും അല്ലേ. ഈ രണ്ട് 30ഉം 25ഉം ആഡ് ചെയ്താൽ ഈ ബി എന്ന് പറഞ്ഞ ആംഗിളായി. 35ഉം 30ഉം ആഡ് ചെയ്താൽ സി എന്ന് പറയുന്ന ആംഗിളായി അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്യാം. അത് ഞാൻ ആംഗിൾ എ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആംഗിൾ എ കിട്ടാൻ എന്ത് ചെയ്യണം? 35 + 25 ചെയ്യണം. അതെത്ര കിട്ടും? 35 5 40 + 20 എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി. അപ്പോൾ അത് 60 ഡിഗ്രി എന്ന് കിട്ടും. അടുത്തത് നമുക്ക് ഈ ആംഗിൾ ബി നോക്കാം. ആംഗിൾ ബി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കുഞ്ഞ് രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യണം. അതായത് 30 + 25 ചെയ്യണം അല്ലേ. 30 + 25 എത്രയാണ്? 55 അല്ലേ. ഓക്കെ, 55 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ സി നമുക്ക് എങ്ങനെ കിട്ടും? ഈ 35ഉം 30ഉം ആഡ് ചെയ്യാം. 35 + 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 65 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ഗ്രീൻ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ്. അതായത് ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. ഓക്കെ, 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി കിട്ടി. പിന്നെ ആംഗിൾ ബി ഇത് 55 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ സി ഇത് 65 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളിതിൻ്റെ ആംഗിൾ, ഓരോന്നിൻ്റെ ആംഗിൾ ഗ്രീനിൻ്റെ കണ്ടുപിടിച്ചു. ഇനി ഇത് ശരിയാണെന്ന് പറയും 3 ആംഗിൾ ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടും അല്ലേ. ഈ 3 ആംഗിൾ ആഡ് ചെയ്താൽ 180 കിട്ടുന്നുണ്ടോ നോക്കിയേ. 60ൻ്റെ കൂടെ 115, 115ഉം 5 120ഉം 60ഉം 180. കറക്റ്റാണല്ലേ. 3 ആംഗിളും കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, 3 ആംഗിൾസ്.